നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ. പാർട്സ് ഓഫ് സ്പീച്ച് പഠിക്കുമ്പോൾ നിർബന്ധമായിട്ടും ഓരോ വിദ്യാർത്ഥിയും പഠിച്ചിരിക്കേണ്ടതാണ് വെർബുകൾ. കാരണം വെർബ് പഠിക്കാതെ ഒരിക്കലും സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാനോ സംസാരിക്കാനോ കഴിയില്ല. അപ്പോൾ ഇനിയുള്ള നമ്മുടെ ക്ലാസ്സുകൾ ഓരോ ക്ലാസ്സിനോട് കൂടെയും കുറച്ച് വെർബുകൾ കൂടെ നമുക്ക് പഠിക്കാനുണ്ടായിരിക്കും. വേർബ്സ് ടു ലേൺ ദിസ് വീക്ക് എന്നാണ് ഈ സെഷൻ്റെ നമ്മളുടെ ടൈറ്റിൽ വരുന്നത്. ഈ ടൈറ്റിലായിരിക്കും ക്ലാസ്സുകൾ നിങ്ങൾക്ക് വരിക. അപ്പോൾ നമുക്ക് പരമാവധി പഠിക്കാവുന്ന വെർബുകൾ, ആ വെർബിൻ്റെ വെർബ് 1, വെർബ് 2, വെർബ് 3 എല്ലാം ഒന്നിച്ച് നൽകിക്കൊണ്ട് അതിൻ്റെ അർത്ഥസഹിതമാണ് നിങ്ങൾക്ക് ഈ ക്ലാസ് നൽകുന്നത്. കുറഞ്ഞ നേരത്തെ ക്ലാസ്സാണ്. അപ്പോൾ നിങ്ങളത് കൃത്യമായിട്ട് പഠിക്കുക. ഓരോ വെർബിൻ്റെയും അർത്ഥം പഠിക്കുക. അതുപോലെ അതിൻ്റെ സ്പെല്ലിങ്ങും കൃത്യമായിട്ട് പഠിക്കുക. സ്പെല്ലിങ് പഠിക്കാതെ ഒരിക്കലും ഇംഗ്ലീഷ് ലാംഗ്വേജ് കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് ഓരോ വെർബിൻ്റെയും, അത് വെർബ് 1 ആവട്ടെ, വെർബ് 2 ആവട്ടെ, വെർബ് 3 ആവട്ടെ, എല്ലാത്തിൻ്റെയും സ്പെല്ലിങ് കറക്റ്റായിട്ട് പഠിക്കുക എന്നുള്ളത് വളരെ മസ്റ്റായിട്ടുള്ള കാര്യമാണ്. നിർബന്ധമായിട്ടും സ്പെല്ലിങ് പഠിക്കണം, അല്ലെങ്കിൽ തെറ്റിപ്പോവും. അപ്പോൾ നമുക്ക് ഈ ആഴ്ചയിൽ പഠിക്കാവുന്ന വെർബുകൾ നോക്കാം. അക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുക എന്നർത്ഥം. അക്സെപ്റ്റഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു വെർബ് 1ൻ്റെ അർത്ഥം ചെയ്യുക എന്നുള്ള അർത്ഥത്തിലായിരിക്കും വരിക, ചെയ്യുക എന്നുള്ള രൂപത്തിൽ. അക്സെപ്റ്റ് ആകുമ്പോൾ സ്വീകരിക്കുക. വെർബ് 2ൻ്റെ അർത്ഥം ചെയ്തു എന്നായിരിക്കും, അക്സെപ്റ്റഡ്, സ്വീകരിച്ചു. വെർബ് 3യുടെ അർത്ഥം ഏകദേശം ചെയ്ത എന്നുള്ള രൂപത്തിലാകും, അപ്പോൾ സ്വീകരിച്ച എന്നർത്ഥം. ഇനി അച്ചീവിൻ്റെ സ്പെല്ലിങ് നോക്കുക. ACHIEVE ആണ്. IE മാറരുത്, EI എന്നാവരുത്. അച്ചീവ്ഡ്, നേടിയെടുക്കുക എന്നർത്ഥം. ആക്ട് അഭിനയിക്കുക. ആക്റ്റഡ്, അഭിനയിച്ചു. ആക്റ്റഡ്, അഭിനയിച്ച. അതുപോലെ ആഡ് എന്ന് പറഞ്ഞാൽ ചേർക്കുക എന്നർത്ഥം. ആഡഡ്, ചേർത്തു. വെർബ് 3 ആഡഡ്, ചേർത്ത. ഇനി അഡ്മിറ്റ് എന്ന് പറഞ്ഞാൽ സമ്മതിക്കുക എന്നർത്ഥമുണ്ട്, ചേർക്കുക എന്നർത്ഥമുണ്ട്. ഒരാളെ അഡ്മിറ്റ് ചെയ്യുക, ആശുപത്രിയിൽ കൊണ്ടുപോകണതിന് അഡ്മിറ്റ് ആക്കാന്ന് പറയില്ല, അഡ്മിറ്റ് ഉണ്ട്. അഡ്മിറ്റഡ്, അവിടെ കണ്ടില്ലേ 2 T വന്നു, അഡ്മിറ്റഡ്. ഇനി ഉപദേശിക്കുക. അഡ്വൈസ്ഡ്, ഉപദേശിച്ചു. അഡ്വൈസ്ഡ്, ഉപദേശിച്ച. ഇനി അഗ്രി എന്ന് പറഞ്ഞാൽ സമ്മതിക്കുക എന്നർത്ഥം. അഗ്രീഡ്, സമ്മതിച്ചു. അഗ്രീഡ്, സമ്മതിച്ച. അലോ എന്ന് പറഞ്ഞാൽ അനുവദിക്കുക. അലൗഡ്, അനുവദിച്ചു. അലൗഡ്, അനുവദിച്ച. അനൗൺസ്, പ്രഖ്യാപിക്കുക. അനൗൺസ്ഡ്, പ്രഖ്യാപിച്ചു. അനൗൺസ്ഡ്, പ്രഖ്യാപിച്ച. ആൻസർ, മറുപടി പറയുക. ആൻസ്വേർഡ്, മറുപടി പറഞ്ഞു. ആൻസ്വേർഡ്, മറുപടി പറഞ്ഞ. ഇനി അപ്പോളജൈസ്, മാപ്പ് ചോദിക്കുക, ക്ഷമാപണം നടത്തുക എന്നൊക്കെ അർത്ഥം. അപ്പോളജൈസ്ഡ്, മാപ്പ് ചോദിച്ചു. അപ്പോളജൈസ്ഡ്, മാപ്പ് ചോദിച്ച. അപ്പിയർ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷപ്പെടുക എന്നർത്ഥം. അപ്പിയേർഡ്, പ്രത്യക്ഷപ്പെട്ടു. അപ്പിയേർഡ്, പ്രത്യക്ഷപ്പെട്ട. ഇനി അപ്ലൈ എന്ന് പറഞ്ഞാൽ അപേക്ഷിക്കുക. അപ്ലൈഡിൻ്റെ സ്പെല്ലിംഗ് നോക്കൂ. APPLIED ആണ്. അപേക്ഷിച്ചു. അപ്ലൈഡ്, അപേക്ഷിച്ച. സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. ആർഗ്യൂ എന്ന് പറഞ്ഞാൽ വാദിക്കുക, തർക്കിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ആർഗ്യൂഡ്, സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. തർക്കിച്ചു, വാദിച്ചു. ആർഗ്യൂഡ്, വാദിച്ച. ആസ്ക്, ചോദിക്കുക. ആസ്ക്ഡ്, ചോദിച്ചു. ആസ്ക്ഡ്, ചോദിച്ച. അറ്റാക്ക്, ആക്രമിക്കുക. അറ്റാക്ക്ഡ്, ആക്രമിച്ചു. അറ്റാക്ക്ഡ്, ആക്രമിച്ച. ഇനി അറ്റംപ്റ്റ്, ശ്രമിക്കുക. അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ ശ്രമിക്കുക, അവിടെ P സൈലൻ്റ് ആയിരിക്കും. അറ്റംപ്റ്റഡ്, ശ്രമിച്ചു. അറ്റംപ്റ്റഡ്, ശ്രമിച്ച. അവോയ്ഡ്, ഒഴിവാക്കുക. അവോയ്ഡഡ്, ഒഴിവാക്കി. അവോയ്ഡഡ്, ഒഴിവാക്കിയ. ഇത്രയും പദങ്ങളാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഓരോ ദിവസങ്ങളിലും പഠിക്കാനുള്ള വെർബുകൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. അത് കൃത്യമായിട്ട് പഠിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. താങ്ക്